ഹായ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ വന്നതെന്നല്ലേ. ഇന്നത്തെ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യാമല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. ഞാനും ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മുടി ഒന്ന് ചുരുട്ടിയെടുക്കണം എന്നൊരാഗ്രഹം. എപ്പോഴും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുകയല്ലോ, അപ്പോൾ ചുരുണ്ട ഒരു മുടിക്കാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹം. അത് നമുക്കൊന്നത് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് നൈറ്റ് ലുക്കൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ മുടി ചുരുളാണെങ്കിൽ നാളെ ആ വീഡിയോ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ മുടി വെച്ചിട്ട് തന്നെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് ആയിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് എന്താ പറയുക, എൻ്റെ കയ്യിൽ കേളിങ് മെറ്റീരിയൽസും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇങ്ങനത്തെ സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടിയാണ്. അതായത് എനിക്കിതാകുമ്പോഴത്തേക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഈ ഒരു മുടി. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവണ്ടേ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓൾവേസ് എപ്പോഴും മേക്കപ്പ് പ്രൊഡക്ട്സ് എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള എപ്പോഴും യൂസ് ചെയ്യുന്ന സെയിം പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ മേക്കപ്പ് ലുക്സ് കാണിക്കുക. അപ്പോൾ എന്തെങ്കിലും ഫൈനലി ഒരു റിസൾട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ചേഞ്ച് കാണണം എന്നുള്ളത് കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇത്തവണ മുടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ എന്താ പറയുക നമ്മുടെ സ്ട്രൈറ്റ്നറൊക്കെ വെച്ച് ഞാൻ കേൾ ചെയ്തു. പക്ഷേ എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു പോർഷൻ മാത്രമേ എനിക്ക് ചുരുണ്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് റെഡി ആവത്തില്ല. കാരണം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത്രയല്ലേ കാണുന്നുള്ളൂ. സോ അപ്പോൾ അത് ശരിയാവത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഒരു ചാനലിന് എന്താ പറയുക ആൾ ചെയ്യുന്നൊരു വീഡിയോ കിട്ടി. ഓൾറെഡി അത് എന്താ പറയുക ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു കണ്ടൻറ്റ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടൊരു കണ്ടൻറ്റാണ് ഈ ഒരു സംഭവം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സാണ്. ഞാൻ ഓൾറെഡി ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, അതിനെ 4ആയിട്ട് മുറിക്കുക. 4ആയിട്ട് മുറിച്ച് നമുക്ക് നാലാമത്തെ ഭാഗം കിട്ടുമല്ലോ, ആ ഒരു ഭാഗത്തിൽ നമ്മൾ മടക്കി കഴിഞ്ഞിട്ട് ഈ ഒരു രീതിക്ക് നമ്മൾ മടക്കിയെടുക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ രീതി. അതാകുമ്പോൾ നമുക്ക് ഈ ബാൻഡിന് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇത് മുറിഞ്ഞു പോകത്തില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ കാണാം. ഇത് കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും വെക്കണം എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എടുത്ത് കളയാമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് രാവിലെ ഷൂട്ട് ചെയ്യാം എന്നുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ മുടി ഓൾറെഡി ചീകി വെച്ചിട്ടുണ്ട്. മുടി ഓൾറെഡി ചീകിയ മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് ടാങ്കിൾസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ വലിയ പോർഷനായിട്ട് എടുക്കുന്നത്, കുഞ്ഞു പോർഷൻ എടുക്കുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ കേളി ഇതെങ്ങനെ വരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ കണ്ട ഒരു വീഡിയോയിലാണെങ്കിൽ മലയാളിയാണ്, ഐ തിങ്ക് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്, മിറാക്കിൾ ബ്യൂട്ടി അങ്ങനെ എന്തോ ആണ് പേര്. ഞാൻ ആളുടെ ഒറിജിനൽ ലിങ്ക് ഞാൻ കണ്ട എനിക്ക് ഇൻസ്പിറേഷൻ തന്ന വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ എന്താ പറയുക മുടിയുടെ സെക്ഷനാണ് എടുക്കുന്നത്. കാരണം എനിക്ക് അത്ര അങ്ങോട്ട് അടുപ്പിച്ചിട്ടുള്ള കേൾസ് ആവശ്യമില്ല. എന്നാൽ എനിക്ക് ഇവിടെ തൊട്ട് എനിക്ക് കേൾസ് കിട്ടാൻ വേണം. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ പോർഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതെൻ്റെ എന്താ പറയുക ബാങ്ക്സ് ആണ്. ഞാൻ വിചാരിക്കുന്നു ഇത് ഞാൻ ലീവ് ചെയ്ത ശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അത് ഇത്ര എടുക്കുന്നുണ്ട്. ഇത്ര എടുത്തിട്ട് എൻ്റെ മുടി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇത് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതെ ഞാനൊരു വിധം എല്ലാം ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു വിധം ഞാനൊക്കെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് രാവിലെ നോക്കാം. രാവിലെ എന്തായാലും ഞാൻ ഇത് കുന്തം അപ്ഡേറ്റ് ചെയ്യും. രാവിലെ ഞാൻ എന്തായാലും റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതേ രാവിലെ കഴിച്ചിട്ടുണ്ട്. ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖം പോലും കഴിയിട്ടില്ല, ബിക്കോസ് ഈ പേപ്പർ നനയുന്ന കാരണം. അപ്പം ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. നമുക്ക് ഏതായാലും ഈ സാധനം ഒന്ന് അഴിച്ചെടുക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്തായാലും ഉണ്ടാകും. കാരണം രാത്രി എനിക്ക് ഒട്ടും എൻ്റെ ക്യൂരിയോസിറ്റി സഹിക്കാൻ പറ്റാണ്ട് ഞാൻ രാത്രി തന്നെ ഈ സാധനം അഴിച്ചെടുത്ത് നോക്കി എങ്ങനെയിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഓക്കെ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് കൊടുക്കാട്ടെ ഇവിടെ. അപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു ഞാൻ. എന്നിട്ട് വിചാരിച്ചു ഓക്കെ അത് മതിയോ. പിന്നെ വിചാരിച്ചു വേണ്ട, നമ്മളൊരു വീഡിയോ ചെയ്യല്ലേ, എന്നിട്ട് എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാത്രി 1 മണിക്ക് കേട്ടോ എഗെയിൻ വീണ്ടും ഇതെടുത്തിട്ട് ചുറ്റി. അപ്പോൾ ഈ സാധനമൊന്നും എനിക്ക് എവിടെ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് അത് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, 2-3 ബാൻഡ് അങ്ങനെയുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോക്കാം. ഇത് എങ്ങനെ ഈ ഒരു ഹെയർ എങ്ങനെ വന്നിരിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഞാനതൊരു ഏകദേശം എനിക്ക് രാത്രി ഒരു അറൗണ്ട് 8-9 മണിയുടെ ഉള്ളിലാണ് ചെയ്തത്. അപ്പോൾ 1 മണിക്കെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ചുരുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും എനിക്ക് ഒരു പിടിയില്ല. സോ നമുക്ക് നോക്കാം കേട്ടോ. ഐ ഗെസ് നിങ്ങൾക്ക് ഇങ്ങനെ ദൂരത്തോടായിട്ട് കാണുന്നുണ്ടാവില്ല. ബട്ട് ഞാൻ എന്തായാലും ഞാനിവിടെ വേറെ എക്സ്ട്രാ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഷെയർ ചെയ്യാം. ഇത് അമേസിങ് ആണ്, അടിപൊളിയാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നത് ഞാൻ ഈ ഒരു ഭാഗത്ത് കുറച്ച് ചെയ്തു, അത് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് കളഞ്ഞോളാം, കുഴപ്പമില്ല. ബട്ട് ഇത് വർക്കിംഗ് ആട്ടോ, അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ജസ്റ്റ് ലൈക്ക് സൂപ്പർ, ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും ബിക്കോസ് ഈ കളറും ഈ ഡ്രസ്സും തമ്മിൽ മാച്ച് ആവുന്നില്ല, ഈ കളറും ഈ മുടിയും തമ്മിൽ നിങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് എക്സ്ട്രാ ഒരു വീഡിയോ എടുത്ത് ചെയ്യാം. സോ ഇത് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ഇത് ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് മാറ്റിയാൽ മതി. 2-3 ദിവസത്തേക്ക് നിൽക്കുന്നതാണ് പൊതുവെ ഇത് പറയുന്നത്. നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ വെച്ച് ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിന്നോളും. എൻ്റെ ബെയർ ഫേസ് ആണ്, വിതൗട്ട് എനി മേക്കപ്പ്, വിതൗട്ട് എനിത്തിങ്. ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കലാക്കുരു കുത്തുപാടെല്ലാം മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് താഴെ പറഞ്ഞു തരും കേട്ടോ. വർക്കിംഗ് ആണ്,
എന്നാലും താഴെ പറഞ്ഞുതരും കേട്ടോ. സോ ഇനി അടുത്തുള്ള കാണുമായിരിക്കും. ബൈ.